ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ക്യാമറക്ക് മുന്നിൽ. എങ്ങനെയൊക്കെയാണ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. എങ്കിലും എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തോളാം. എൻ്റെ വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇന്ന് സൺഡേ ആണ്. കുട്ടീസിൻ്റെ കൂടെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഓളെന്ന ഓപ്ഷനൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് എനിക്ക് എൻ്റെ വീഡിയോസ് എത്തും. പിന്നെ വേറെ എന്തൊക്കെയാണ്, ഇന്ന് സൺഡേ അല്ലേ, അപ്പം ഒന്ന് പുറത്തു പോകണമൊന്നുമില്ല. ഇന്നിവിടെ കുട്ടീസിൻ്റെ കൂടെ ഇവിടെ വീട്ടിലിരുന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ പറയാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പിക്കിൾസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഫുഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പിക്കിൾസും കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഏതാ വേണ്ടതെന്നുള്ളത് പറയാം. ഹൻസ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽസുകൾ കിട്ടും. പിന്നെ അതുപോലെ തന്നെ കിച്ച് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അതിന് മാത്രമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലുകൾ ഞങ്ങൾ തരാം. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ എന്താ പറയേണ്ടതെന്ന് ശരിക്കും സത്യത്തിൽ അറിയുന്നില്ല. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താണ് കിച്ചു ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. കിച്ചു ഇങ്ങനെയാണ്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തോന്നി. അപ്പം ഇതിൻ്റെ ഓരോ വീഡിയോസായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഞാൻ വരാം. പിന്നെ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മോള് വരാറായി. അവളൊന്ന് കാണിക്കാം, വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. മോള് വരുന്നുണ്ട്. എന്തൊക്കെയോ വന്നിട്ട് കഥകൾ കുറേ പറയാനുണ്ടാവും അവൾക്ക്. വന്നിട്ട് സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളും കുറേ ഡീറ്റെയിൽസുകൾ പറയാനുണ്ടാവും അവൾക്ക്. എന്ത് ലേറ്റ് ആയിന്ന്? കുറച്ച് ലേറ്റ് ആയല്ലോ. ഒന്ന് 40 ആരാകുമ്പോ എത്തുന്നല്ലേ? എന്തിന്ന് എന്ത് സംഭവം ഉണ്ടായി മദ്രസയില്? എന്തിന് പറഞ്ഞപ്പോ രണ്ട് പെൺകുട്ടികളും എന്നിട്ട് ഞാന് കൊറേ പറഞ്ഞേ, ഞാൻ ചോദ്യമൊക്കെ ചോദിച്ചവരോട് അടിയും. അങ്ങനെയാണോ ഉസ്താദ്? അങ്ങനെയാണോ പഠിപ്പിക്കല്? അപ്പൊ അതേ രീതിയിലൊക്കെ അഭിനയിച്ചത് ആണോ? എന്റെ പൊന്നെ. ഏടാ ഒരാള് മദ്രസ ഇട്ട് വന്നു, ഒരാൾക്ക് രാവിലെയാണ്. മോക്ക് സ്ഥിരമായിട്ട് രാവിലെയാണ്, മോനിക്ക് രാത്രിയാണ്. ഇന്ന് സൺഡേ ഉണ്ട്, അവനക്ക് 10 മണിക്ക് ശേഷമാണ്. ഇപ്പം എണീറ്റതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വാ ഒന്ന് ക്യാമറക്ക് മുന്നിൽ വാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാണ് ഞാൻ വരില്ല, എന്നെ വിളിക്കേ വേണ്ടെന്ന്. വാ പൊന്നെ വാടോ. അവനങ്ങനെ ക്യാമറക്ക് മുന്നിൽ വരില്ല. പിന്നെ മോളാണ് വീഡിയോസിനൊക്കെ നിൽക്കാറ് കേട്ടോ. പിന്നെ അവനെ യാത്ര അയക്കട്ടെ. അപ്പം വരേയില്ല, ക്യാമറക്ക് മുന്നിൽ നിൽക്കേയില്ല. എന്നെ എടുത്തിട്ടുള്ള പരിപാടീസ് വേണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ ക്യാമറക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ ആളാകെ സൈലൻ്റാണ് കേട്ടോ. മോളാണ് പിന്നെയും എന്താണ് ക്യാമറക്ക് മുന്നിൽ വരെയൊക്കെ. മോന് പോയി. പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് സെറ്റാക്കണം. അപ്പം അതിൻ്റെ ഇതിലാണ്. അവർ രണ്ടാളെയും മോള് കടയിൽ പോയിട്ടുണ്ട്, അവർക്ക് സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങിക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ മോനെ മദ്രസയിൽ പോയി. ഇനി വരണമെങ്കിൽ 12 മണിയാവും. അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഫുഡ് സെറ്റാവണം, ക്ലീനിങ്ങും കഴിയണം. പിന്നെ കുറച്ച് നേരം അവരോടൊപ്പമുള്ള ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ ക്യാമറക്ക് മുന്നിൽ മോളാണ് നിൽക്കുക, മോനങ്ങനെ നിൽക്കില്ല. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിൻ്റെ മോനെന്ന്. മോൻ അത്ര ഇങ്ങോട്ട് വീഡിയോക്ക് മുന്നിൽ വരില്ല കേട്ടോ. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും അത്ര വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് മോളും. സോറി മോളാണ് വീഡിയോസ് ചെയ്യുക. പക്ഷേ എൻ്റെ ഫോൺ എടുത്തിട്ടൊക്കെ അധികവും യൂട്യൂബിൽ ഹായ് ഗൈസ് എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവള് ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം കേട്ടോ. ഓരോ വീഡിയോസിൽ ഇങ്ങനെ
പറയാം, അവളെന്നെ വന്നിട്ട് പറയും കുറേ കാര്യങ്ങൾ. അതാണ് അവള്. അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ക്ലീനിങ്ങിനെയും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അടുത്തതിൽ ശ്രമിക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ മോള് ചെറുതായിട്ടൊന്ന് വീണൊക്കെ ചെയ്തപ്പോൾ അവളെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കാനൊക്കെ നടന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് ഫ്രഷായി വന്നു. ഇനി ആള് അപ്പുറത്ത് നല്ല ഫോണിലിരിക്കുകയാണ്. ഇപ്പോൾ കാക്ക പുറത്ത് പോയിട്ടുണ്ട്. അപ്പം മുമ്പത്തേർക്ക് ഫോൺ കിട്ടിയാലും ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ അവളെ കയ്യിൽ അത്ര ഫോൺ കിട്ടില്ല. കാക്കൻ്റെ അടുത്താവും അധികവും ഫോൺ ഉണ്ടാവുക. അപ്പം ആ ഫോൺ കിട്ടിയ സന്തോഷത്തിൽ അവിടെ ഓഫീസ് റൂമിൽ ഇരുന്നിട്ട് ഫോണുമേൽ ഇരിക്കുകയാണ് ആള്. എന്ത് ചായക്കടി എന്താ വേണ്ടി? പഴംപൊരിയോ? പഴമില്ല, പഴം തീർന്നു. എന്ത് ചെയ്യാ? നീ പഴം വാങ്ങിട്ട് വരുമോ കടയിൽ നിന്ന്? ഉറപ്പാ? നമ്മൾ പഴംപൊരി ഉണ്ടാക്കുക. ഓക്കെ ഓക്കെ, എന്നാൽ പഴം വാങ്ങിട്ട് വാ. അപ്പോൾ ഇവിടെ ഒരാൾ പഴംപൊരിക്കുള്ള സാധനമാക്കിയിട്ട് വന്നിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കുകയാണ്. എന്തൊക്കെ വാങ്ങിച്ചു? അത് പോയാൽ മസ്റ്റാണല്ലോ മിഠായി. നമ്മൾ സാധനം വാങ്ങിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സാധനത്തിനെക്കാട്ടിയും തോനെ വാങ്ങിക്കുന്നൊരു സാധനമാണ് മിഠായി. ഒരു 100 രൂപേൻ്റെ മിഠായി ദിവസം 3 നേരം വാങ്ങിക്കിട്ടോ. പഴം. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാം നമുക്കിന്ന്. നീ ഉണ്ടാക്കേ? ഓക്കെ, എന്നാ ഓക്കെ. ഓക്കെ, ഓക്കെ. അതിൻ്റെ മാവൊക്കെ ഞാൻ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സമ്മതിക്കുന്നേ ഇല്ല. അവളെന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കണം. അപ്പം എന്നാ ചെയ്തോന്ന് പറഞ്ഞു ഞാൻ. ഓക്കെ, സൂക്ഷിച്ചിട്ട് താഴ്ത്തിയിടണം കേട്ടോ. ഓക്കെ, ഗുഡ്. ഫാസ്റ്റ് ആക്കിയില്ലേ? പുറത്തേക്ക് അരിയാൻ പാടില്ല കേട്ടോ. സൂക്ഷിച്ച് നോക്കണം. മതി. ഓക്കെ, ഇനി അത് ഇളക്കി കൊടുക്കും. ഒന്നുകൂടിയില്ല. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെ കുക്കിങ് പഠിക്കണ്ട കേട്ടോ. സമയം നമുക്ക് പഠിക്കാം. നമുക്ക് അവള് തന്നെ ചെയ്യണം ഏത് കാര്യം. അതാണ് മറക്കുമ്പോൾ നോക്കാൻ മേലേക്ക് ആവരുത് കേട്ടോ. ഓക്കെ, പറഞ്ഞില്ലേ സൂക്ഷിക്കാൻ വേണ്ടി കരിഞ്ഞു. നോക്ക്. ഇതാണ് കുക്കിങ്. ഒക്കെ പെട്ടെന്ന് നോക്കണ്ട, ചെയ്യണ്ടേ. കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ, അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ പഴംപൊരി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീ ഉണ്ടാക്കിയതല്ലേ? ആദ്യം എന്നിട്ട് അഭിപ്രായം പറയും. ആഹാ, ഞാൻ മാവ് കൂട്ടി തന്നെ ജസ്റ്റ് അതിലേക്ക് ഇട്ട് പൊരിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ? ക്രിസ്പിയോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പം വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതിനെക്കാട്ടി ഉഷാറാക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ടൈമാണ് പിന്നെ ഇങ്ങനെ ഒരു ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.